ഇസ്രായേലിന് നേരെ വീണ്ടും ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് ഹൂതികൾ യമനിൽ നിന്നും ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ വീണ്ടും തൊടുത്തുവിട്ടത്. ആ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ തന്ത്രപരമായി ഇസ്രായേലിൻ്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം പ്രതിരോധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഹൂതികൾ തൊടുത്തുവിട്ടത് സൂപ്പർ സോണിക് മിസൈലാണ് എന്ന വാർത്തകളും പുറത്തു വരികയാണ്. നിരന്തരമായി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയാണ് ഹൂതികൾ. ക്രിസ്മസ് രാത്രിയിൽ പോലും ഇസ്രായേലിനെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചിരിക്കുന്നു ഹൂതി സംഘം. ഇതിനെതിരെ ഇസ്രായേലിൻ്റെ പ്രതിരോധം ഉടനുണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഹൂതികളെ ഭസ്മീകരിക്കുന്നതിനുള്ള, ഹൂതികളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്ന, യമനെ മുഴുവൻ കത്തിക്കുന്ന ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉടനുണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതേസമയം ഇത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലുണ്ടായ 4ാമത്തെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 4ാമത്തെ തവണയാണ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. 3 മിസൈലുകളെയും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം തടഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതിലൊരു മിസൈൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഇസ്രായേലിനുള്ളിൽ പതിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിന് സമീപത്തുള്ള തുറസ്സായ ഒരു പാർക്കിലാണ് കഴിഞ്ഞ ദിവസം തൊടുത്തുവിട്ട ഒരു ബാലിസ്റ്റിക് മിസൈൽ പതിച്ചത്. ആ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചതിൻ്റെ പിന്നാലെ വലിയ തിക്കും തിരക്കും ആ പ്രദേശത്തുണ്ടായി. 16ഓളം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തകളും പുറത്തു വന്നു. 16 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് ഇസ്രായേലിൻ്റെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഇസ്രായേലിനെതിരെ അതിമാരകമായ ആക്രമണം തന്നെയാണ് ഹൂതികൾ ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇസ്രായേലിനെ തകർക്കാൻ, ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം. കഴിഞ്ഞ 3 തവണയും ടെൽ അവീവിനെ ലക്ഷ്യമിട്ടായിരുന്നു ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. എന്നാൽ ഇത്തവണ ഹൈപ്പർസോണിക് മിസൈലാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ആക്രമണങ്ങൾ അല്പമൊന്ന് മയപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിന് നേരെ ക്രിസ്മസ് ദിനത്തിൽ പോലും ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹൂതി വിമത സംഘം. ഇതിനെന്തായാലും ഇസ്രായേലിൻ്റെ തിരിച്ചടി ഉടനുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എങ്ങനെയായിരിക്കും ഇസ്രായേലിൻ്റെ തിരിച്ചടി എന്നതിൽ മാത്രമേ സംശയമുള്ളൂ. ഹൂതികളെ മുഴുവനോടെ കത്തിക്കാനുള്ള അതിഭീകരമായ ആക്രമണമായിരിക്കുമോ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? യമനിലെ ഹൂതികളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളായിരിക്കുമോ ഇസ്രായേലിൻ്റെ വ്യോമസേന ആക്രമിക്കുന്നത് എന്ന് മാത്രമേ കാത്തിരുന്ന് കാണേണ്ടതുള്ളൂ. ദിവസങ്ങൾക്ക് മുൻപാണ് ഹൂതികൾക്ക് നേരെ യമനിൽ അതിഭീകരമായ ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ രാത്രി നടത്തിയ ആക്രമണത്തിൽ ഹൂതികളുടെ പ്രധാനപ്പെട്ട 3 തുറമുഖങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഹുദൈദയാണ് പ്രധാനമായും ഹൂതികളുടെ പ്രവർത്തന കേന്ദ്രം. ഹുദൈദ അടക്കമുള്ള 3 തുറമുഖങ്ങളെ ഛന്നഭിന്നമാക്കിക്കൊണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. അതിനു പിന്നാലെ യമന്റെ തലസ്ഥാനമായ സനയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഊർജ പ്ലാന്റുകളെയായിരുന്നു ഇസ്രായേലിൻ്റെ വ്യോമസേന ആക്രമിച്ചത്. ഊർജ പ്ലാന്റുകളെ, ഹൂതികളുടെ സൈനിക കേന്ദ്രങ്ങളെ, ആയുധ ഫാക്ടറികളെ, ഒടുവിൽ 3 തുറമുഖങ്ങളെ കൂടി നശിപ്പിച്ചിരിക്കുന്നു ഇസ്രായേലി സേന. അങ്ങനെ ഒരിക്കൽ നടത്തിയ ആക്രമണത്തിൽ ഹൂതികളുടെ നടുവൊടിച്ച് പിന്മാറിയതാണ് ഇസ്രായേലി സേന. എന്നാൽ ഇപ്പോൾ തൊട്ടുപുറകെ ഹൂതികൾ വീണ്ടും ഇസ്രായേലിന് നേരെ പലതവണ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നു. ഒന്നിലധികം തവണ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചിരിക്കുന്നു. ഇനി കാത്തിരിക്കാൻ വയ്യെന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. എത്രയും വേഗം ഹൂതികളെ തീർക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ആരംഭിക്കാനാണ് ഇസ്രായേലി വ്യോമസേനയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്ന നിർദ്ദേശം.